ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നു. അവന്റെ പേര് രാമു. രാമുവിന്റെ ഭാര്യ സുമിത പിന്നെ 2 കുട്ടികളോടൊപ്പം ഒരു പഴയ കുടിലിൽ ജീവിച്ചു വന്നു. മഞ്ഞുകാല രാത്രിയിൽ അവർക്ക് ഒരുപാട് കഷ്ടമായിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഈ മഞ്ഞ് എന്റെ ഈ ചെറിയ കുടിലിനെ പൊട്ടിയേക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ. ചേട്ടാ, എന്തിനാ അങ്ങനെ പറയില്ലെന്ന് പറയുന്നു? നീയും കാണുന്നുണ്ടല്ലേ, കാറ്റും മഞ്ഞും അത്രത്തോളം വരുന്നു. ജനാലയിൽ കൂടി കതകിന്റെ വഴിയിൽ അകത്തേക്ക് വരുന്നുണ്ട്. ഇനി ആ ദൈവമാണ് നമ്മളെ ഇവിടെ നിന്ന് രക്ഷിക്കേണ്ടത്. അമ്മേ, നമ്മുടെ കുടിൽ പറന്നു പോകുമോ അമ്മേ? ഇല്ല പൊന്നുമോനെ, കുടിലൊന്നും പറന്നു പോകില്ല. നിന്റെ അച്ഛൻ വെറുതെ പേടിക്കുന്നു, നമ്മളെയും പേടിപ്പിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, കാറ്റ് ഇങ്ങനെ തന്നെ വീശിക്കൊണ്ടേയിരുന്നാൽ നമ്മൾ ഈ കുടിലിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ശരിക്കും നമുക്ക് വീടില്ലാതെയാകും. സുമിത്ര പറഞ്ഞത് കേട്ടിട്ട് രാമു കുറച്ചു സമയം വളരെ ശാന്തനായി. പല വർഷങ്ങളായി അധ്വാനിച്ചതിന് ശേഷം പോലും അദ്ദേഹം ഇന്ന് വരെ തന്റെ കുടുംബത്തിനായി സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ പറ്റിയില്ല. അദ്ദേഹം ദിവസവും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കും. എനിക്ക് അറിയുന്നുണ്ട് സുമിത, നിനക്കും കുട്ടികൾക്കും എത്ര കഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? കൂലി വേലയിൽ എനിക്ക് ദിവസം എന്താ കിട്ടുന്നോ അതിൽ ഭക്ഷണം കിട്ടിയാലേ അത് വലിയ കാര്യമായിട്ടുണ്ട്. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ കുറ്റമായി പറഞ്ഞതല്ല, എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതാ. ചില സമയത്ത് തോന്നും, കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഇനി കുറച്ചുകൂടി നന്നായിരുന്നിരിക്കുമല്ലേ. പക്ഷേ സാരമില്ല ചേട്ടാ, ഉള്ളത് വെച്ച് സന്തോഷിക്കുന്നതാണ് നല്ലത്. സുമിത്ര പറഞ്ഞത് കേട്ടിട്ട് രാമുവിന് അല്പം ആശ്വാസം തോന്നി. പക്ഷേ മനസ്സിനകത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തീ കത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഒരു വലിയ വീട് കെട്ടാൻ സാധിച്ചില്ലെങ്കിലും അതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനാകുമോ എന്ന്, തണുപ്പിൽ നിന്നും അവരെ രക്ഷിക്കാൻ. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്റെ കൂട്ടുകാരൻ മോഹനെ കുറിച്ച് ഓർമ്മ വന്നത്. ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ രാമു ഒരു നല്ല ചിന്തയോടെ മോഹന്റെ വീട്ടിലേക്ക് ചെന്നു. തങ്ങളുടെ കഷ്ടത്തെക്കുറിച്ച് മോഹനോട് അദ്ദേഹം പറഞ്ഞു. രാമു, എന്റെ സുഹൃത്തെ, നീ ശരിയായ സമയത്താണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ തണുത്തു പോയിരിക്കുന്ന എന്റെ കുടിലിന് ഏതെങ്കിലും വഴിയുണ്ടോ? അതെ, തീർച്ചയായും. ഞാൻ പുതിയതായിട്ട് ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മെഷീൻ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് തണുത്ത കാറ്റിൽ നിന്നും ഇലക്ട്രിസിറ്റി എടുക്കുന്നത്. എന്ത്? കാറ്റിൽ ഇലക്ട്രിസിറ്റിയോ? അതുപോലെ മെഷീൻ ഉണ്ടോ? ഇതിന് മുൻപിലില്ല. പക്ഷേ കുറഞ്ഞ ദിവസങ്ങൾ മുൻപ് നമ്മളുടെ കോളേജിന്റെ പുറത്തുള്ള മഞ്ഞുമലയിൽ നിന്ന് പഴയ മെഷീൻ ഒന്ന് കിട്ടിയിട്ടുണ്ട്. വാ, അത് നിനക്ക് കാണിച്ചു തരാം. മോഹൻ രാമുവിനെ തന്റെ റിസർച്ച് ലാബിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ടില്ലേ, ഇതാണ് ആ മെഷീൻ. എന്റെ ദൈവമേ, ഇത് വളരെ വലുതായിട്ടുണ്ട്. ഞാൻ ഇത് ഓൺ ചെയ്തപ്പോൾ ഇതിൽ നിന്നും ചൂടായ കാറ്റ് വന്നിട്ടുണ്ട്. ഒരു ഹീറ്റർ പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇതിനെ ശരിയായിട്ട് ഉപയോഗിക്കണമെന്ന്. അതുകൊണ്ട് ഇതിനെ ആദ്യമായിട്ട് നിന്റെ കുടിലിൽ തന്നെ ചെക്ക് ചെയ്യണം. അതിനെ എനിക്ക് നീ തീർച്ചയായിട്ടും സഹായം ചെയ്യണം. മോഹൻ പറഞ്ഞത് കേട്ടിട്ട് രാമുവിന്റെ കണ്ണുകൾ പ്രകാശിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. രണ്ടുപേരും ചേർന്ന് ആ മെഷീൻ റെഡിയാക്കാൻ തയ്യാറായി. ചേട്ടാ, ശരിക്കും മോഹൻ ചേട്ടൻ നമ്മളെ ഈ തണുപ്പത്തു നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും മെഷീൻ കണ്ടുപിടിക്കുന്നോ? അതേ സുനിത, ഈ പ്രാവശ്യം ഈ തണുപ്പിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമ്മുടെ കുടിലിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാനാകുമല്ലേ? പിന്നെ തണുക്കുകയും ഇല്ല അല്ലേ അമ്മേ? അതേ പൊന്നുമോനെ. രാമുവും മോഹനും രാത്രി പകലായി അധ്വാനിച്ചു. പക്ഷേ പാവം, ഇപ്പോഴും ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ അവർക്കായില്ല. ഓഹോ, എവിടെയാണ് തെറ്റ് നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്തുപറ്റി മോഹൻ? എന്തിനാ ഇത്ര വിഷമത്തോടെ ഇരിക്കുന്നു? വിഷമിക്കാതെ എന്നെ എന്താണ് ചെയ്യാൻ പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഇത്ര കഷ്ടപ്പെട്ടു, പക്ഷേ ഈ മെഷീൻ ഓണായിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ പഠിത്തവും അനുഭവവും ഇതിൻ്റെ മുൻപ് വേസ്റ്റ് ആണെന്ന് തോന്നുന്നത്. മോഹൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് രാമു അവനെ സമാധാനിപ്പിച്ചു. ഇവിടെ നോക്കൂ മോഹൻ, വിശ്വാസത്തിനെ കൈവിടില്ല. നമ്മൾ ശ്രമിച്ചു നോക്കുന്നു. തീർച്ചയായും ഈ മെഷീൻ ഓണാവും, നോക്ക്. രാമു പറഞ്ഞത് കേട്ടിട്ട് മോഹൻ അല്പം സമാധാനപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പേടിയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹം വിജയിച്ചില്ലെങ്കിൽ രാമുവിന് കൊടുത്ത വാക്ക് എങ്ങനെ നിറവേറ്റാനാണ്?
എൻ്റെ ദൈവമേ, ഇതിൽ എൻ്റെ തെറ്റ് എന്താണ് ഉള്ളത്? എൻ്റെ ശ്രമങ്ങളൊക്കെ എന്തിനാ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ ഞാൻ വിജയിച്ചിട്ടില്ലെങ്കിൽ പാവം റാമു കഷ്ടപ്പെടും. എനിക്ക് വേണ്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവന് വേണ്ടി ഞാൻ ഈ കണ്ടുപിടിപ്പിനെ തീർച്ചയായിട്ടും വിജയിക്കണം. ആക്ച്വലി മോഹൻ വളരെ വാശിക്കാരനാണ്. പക്ഷെ ഇന്ന് വിജയിക്കാൻ പറ്റില്ല എന്ന് പേടിക്കുന്നുണ്ട്. ആ പേടിക്കുള്ള കാരണം രാമു ആണ്. ഈ കാലത്ത് ജനങ്ങൾ അല്പം ടെൻഷനായാൽ തന്നെ അവരുടെ പ്രയത്നം വിട്ടേക്കും. പക്ഷേ മോഹൻ ഇവിടെ തന്റെ കൂട്ടുകാരനായി രാത്രി പകലായി അധ്വാനിച്ചു. മോഹൻ ശരിക്കും നല്ലവനാണ്. ദൈവത്തിനെ പ്രാർത്ഥിച്ചതിന് ശേഷം മോഹൻ വീണ്ടും തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. ദിവസവും ആ മെഷീൻ വൃത്തിയാക്കാൻ തുടങ്ങി. പിന്നെ അപ്പോഴാണ് പെട്ടെന്നൊന്ന് സംഭവിച്ചത്. ചേടാ, എന്താ ഇത്? ഞാൻ എന്തിനാ ഇത്ര ദിവസങ്ങൾ ഇതൊക്കെ കാണാത്തത്? മോഹന് മെഷീന്റെ താഴത്തെ ഭാഗത്ത് എന്തോ എഴുതിയിരിക്കുന്നത് കണ്ടു. 163085. ഇത് ഏതുപോലെ നമ്പറാണ്? ഇതിനെ തീർച്ചയായും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. മോഹൻ ആ മെഷീനെ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. അല്ല മോഹൻ, ക്ഷമിച്ചേക്ക്, ഞാൻ ലേറ്റായി വന്നു. പക്ഷെ നീ എന്താണ് ചെയ്യുന്നത്? രാമു വന്നതും മോഹൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. രണ്ടുപേരും ചേർന്ന് ആ മെഷീന്റെ ആഴത്തിൽ നിന്നും പരിശോധിക്കാൻ തുടങ്ങി. പിന്നെ അവസാനം ആ മെഷീന്റെ ബാക്ക് സൈഡിൽ അവർക്ക് ഒരു ചെറിയ ലോക്കർ കാണാൻ സാധിച്ചു. മോഹൻ തന്റെ താക്കോലെടുത്തു. എന്നിട്ട് ലോക്കർ തുറന്നു. അകത്തു നിന്നും ഒരു നമ്പർ പ്ലേറ്റ് കിട്ടി. എടാ, എന്താ ഇത്? ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. എന്തു പറ്റി മോഹൻ? രാമോ, എനിക്കിവിടെ ഒരു നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല കാര്യമല്ലേ? ആ നമ്പറിനെ ഈ നമ്പർ പ്ലേറ്റിൽ ഇടണമെന്ന് തോന്നുന്നു. ശരി, വാ, ശ്രമിച്ചു നോക്കാം. ആ ശരിയെ പേപ്പർ എടുത്തുകൊണ്ട് വാ. ആ നമ്പർ എഴുതിയിരിക്കുന്നല്ലേ അതെ. രാമു ഉടനെ ചെന്ന് പേപ്പർ എടുത്തുകൊണ്ടുവന്നു. മോഹൻ ഒട്ടും സമയം പാഴാക്കാതെ മെഷീനിൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. 16308 പിന്നെ 5. ഇത് പൂർത്തിയായി. അദ്ദേഹം അവസാനത്തെ നമ്പർ ഇട്ടതും പെട്ടെന്ന് മെഷീൻ നന്നായി വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് സ്റ്റാർട്ടായി. ചേടാ മോഹൻ, ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞു. അതേ രാമു, ഇത്ര ദിവസങ്ങൾ നമ്മൾ ഇതിനു വേണ്ടിയാണ് ശ്രമിച്ചു നോക്കിയത്. പക്ഷെ നമ്പർ ഇട്ട ഉടൻ തന്നെ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ശരി, ഇതിനെ ഓഫ് ചെയ്തിട്ട് നിന്റെ കുടിലേക്ക് ഇതിനെ എടുത്തുകൊണ്ട് പോവാം. രാമു സന്തോഷത്തോടെ ശരിയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും ആ മെഷീൻ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഒരു വിധേന അവർ ആ കുടിലിൽ വന്നെത്തി. മോഹൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നോക്കി. അദ്ദേഹം അതിശയിച്ചു പോയി. കുടിലിന്റെ ചുമരുകൾ 4 വശത്തും മണ്ണുകൊണ്ട് ചെയ്തിരുന്നു. അത് എപ്പോൾ വേണമെങ്കിലും വീഴാം. കതകും ജന്നലും ഒരു പേരിനായിരുന്നു. അതിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് മുഴുവൻ കുടിലിനെയും അനക്കിക്കൊണ്ടിരുന്നു. ചേടാ രാമു, നീ വളരെ വലിയ കഷ്ടത്തിലാണ് ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്തു ചെയ്യാനാ മോഹൻ? ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് ഇരിക്കുന്നോ അതല്ലേ നടക്കുള്ളൂ. പക്ഷേ ഇനി എല്ലാമേ മാറിക്കോളും. നീ തന്ന ഈ ഹീറ്റ് കൊടുക്കുന്ന മെഷീൻ എല്ലാവற்றும் ശരിയാക്കും. തീർച്ചയായും. മോഹൻ ഉടനെ ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് മെഷീൻ അനങ്ങാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്നും പ്രകാശം വന്നു. പിന്നെ ശബ്ദം വന്നു. എൻ്റെ പേര് യാഷുഗി ഇവാൻ ജുവാൻ. നിങ്ങൾക്ക് എൻ്റെ എന്ത് സഹായമാണ് വേണ്ടത്? ചേടാ, ഇത് സംസാരിക്കുന്നുണ്ട് മോനെ. ഇരിക്കി രാമോ, ഇതിന്റെ അത്ഭുതത്തിനെ കാണ്. യാഷിക്കി 10 ഈ ചെറിയ കുടിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു. നിന്റെ ആദ്യത്തെ ജോലി രാമുവിന്റെ തണുത്ത ഈ ചെറിയ കുടിലിനെ ചൂടായിട്ട് ഒരു ഭംഗിയുള്ള വീടായിട്ട് മാറ്റണം. മോഹൻ പറഞ്ഞത് കേട്ടിട്ട് ആ മെഷീൻ നന്നായി തിളങ്ങാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അത് ചുറ്റാൻ തുടങ്ങി. പിന്നെ ഒരു വട്ടത്തിലുള്ള പ്രകാശം അവിടെ ഉണ്ടായി. അയ്യോ അച്ഛാ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എനിക്കും മനസ്സിലായില്ല മോനെ. നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ 10 നിമിഷമായി. മിഷൻ ചുറ്റുന്നത് നിന്നു. അവരുടെ മുൻപിൽ വന്ന കാഴ്ച അത് കണ്ട് എല്ലാരും അതിശയിച്ചു പോയി. ചേടാ, എന്താ ഇത്? ഇത് എന്റെ വീട്ടിനെ തന്നെ മാറ്റി കഴിഞ്ഞല്ലേ മോഹൻ? നീ എന്താണ് കാര്യം ചെയ്തത്? എനിക്കും അത് മനസ്സിലായിട്ടില്ല രാമോ. ആദ്യം മണ്ണുകൊണ്ട് ചെയ്യപ്പെട്ട ചുമരായിരുന്നു. ഇപ്പോൾ അത് ചെങ്കൽ ചുമരായി മാറിയിരിക്കുന്നു. തണുത്ത കാറ്റിനു പകരം അകത്ത് നല്ല ചൂടായിരുന്നു. കുടിൽ ഇപ്പോൾ നല്ലൊരു വീടായി മാറി. ഈ മെഷീൻ ശരിക്കും മാന്ത്രികം തന്നെയാ. ഇത് നമ്മുടെ സ്വപ്നം നിറവേറ്റിയിരിക്കുന്നു. നന്ദി. ഞാനൊരു ക്രിയേറ്റർ മെഷീനാണ്. എന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാനാകും. പല വർഷങ്ങൾക്ക് മുൻപ് ഒരു കണ്ടുപിടുത്തത്തിനായി സയന്റിസ്റ്റുകൾ എന്നെ കണ്ടുപിടിച്ചു. പക്ഷെ ഒരു ആക്സിഡന്റിൽ എന്നെ ഒരു ഗുഹയുടെ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. അന്നു മുതൽ ഞാൻ വർക്കാകാതെ ഇരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ കാരണം ഇന്ന് ഞാൻ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുന്ന മെഷീനായി മാറാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. മെഷീൻ പറഞ്ഞത് കേട്ടിട്ട്
മോഹൻ, രാമു, മുഴുവൻ കുടുംബവും അതിശയിച്ചു പോയി. പിന്നെ സന്തോഷിക്കുകയും ചെയ്തു. കാരണം ആ മെഷീൻ ഒന്നും കേൾക്കാതെ രാമുവിന്റെ ഒരു വലിയ സ്വപ്നം അത് നിറവേറ്റി കൊടുത്തു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു നല്ല വീട്,